മാക്സിമം ഈസ്റ്റിന് ഹണിയുടെ ബോഡി പാർട്സിനോ അല്ലാണെങ്കിൽ ഫുൾ ഈസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഈ സ്റ്റേജിൽ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് ഈ സ്റ്റേജിലേക്ക് മാറ്റും. അതാണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈസ്റ്റിൻ്റെ പ്രസൻസ് ഇല്ലോണ്ട് തന്നെ ഇത് 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ റോക്കിന്. എന്തുകൊണ്ട് പുളിച്ചു മോശം റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ 6 മാസം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. റിയാക്ഷൻസ് ഉണ്ടാവും തന്നെ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ പൊട്ടിത്തെറിച്ചുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊളിച്ചു കൊണ്ട് തന്നെ 6 മാസത്തിൽ പ്യൂരിഫൈ ആണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ ലൈഫ് ലോങ് ആണ്. മനസ്സിലായി? അത് ഫസ്റ്റ് നമ്മൾ ഈ കണ്ടെയ്നറിൽ ഡബിൾ ലെയർ അല്ല, ഇന്നർ ലെയറിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഔട്ടർ ലെയറിൽ വാട്ടർ യൂസ് ചെയ്യാം. 500 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഇന്നർ ലെയറിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഔട്ടർ ലെയറിൽ വാട്ടർ യൂസ് ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഇത് 30 to 35 ഡിഗ്രീസ് വരെ ഇല്ല. വാക്സിന് മുകളിലേക്ക് പോകുകയും വാക്സിന് വെറ്റാൻസിറ്റി കുറവായിട്ട് മുകളിലേക്ക് പോകുകയും നമ്മൾ ബോഡി മാറ്റും. കണ്ണിൽ മാറ്റാൻ പറ്റും. പിന്നെ പമ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്യുമ്പോൾ ഈ ഹണിയുടെ ബോഡി പാർട്സ് ഫേസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വരാം. ഹണി ഇവിടെ വരും. പമ്പ് ചെയ്തിട്ട് ഇവിടെ വരും. ഡീഹൈഡ്രേഷൻ ചേമ്പറാണ്. ഡീഹൈഡ്രേഷൻ മെത്തേഡാണ് ഉള്ളത്. ഡിസ്കസ് എല്ലാം റൊട്ടേറ്റ് ആവും. 3 RPM വരെ കറങ്ങുക. അറ്റ് ആ ടൈം വാട്ടർ കണ്ടന്റ് ലെവലിൽ ജലാംശം ഉണ്ടെങ്കിൽ തന്നെ ആ വേണ്ടി പുറത്തേക്ക് പോകും. ഈസ്റ്റിൻ്റെ പ്രസൻസ് ഈസ്റ്റ് നമ്മൾ ഒഴിവാക്കും. താഴെയാണ് ഹണി സ്റ്റോർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ഹണി സ്റ്റോർ ചെയ്യുക. 20 to 25 ഡിഗ്രീസ് വരെ ഹീറ്റ് ഉണ്ടാവും. ഇത് പമ്പ് ചെയ്ത് നെക്സ്റ്റ് കൂളിംഗ് പ്രോസസ്. കൂൾ ചെയ്യണമെങ്കിൽ കൂൾ വാട്ടർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യാം. ഡബിൾ ലെയർ ഇന്നർ ലെയറിൽ ഹണി ഉണ്ടാവും. ഔട്ടർ ലെയറിൽ കൂൾ വാട്ടർ ഹണി കൂൾ ചെയ്ത് ലാസ്റ്റ് ഹണി ബോട്ടിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അപ്പോഴൊന്ന് ഓരോന്ന് ബോട്ടിലാക്കി മാറ്റുന്നത്. ബോട്ടിൽ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടാം. ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. 18 months ആണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ ഇത് ലൈഫ് ലോങ് ആണ്. ക്ലിയർ ആണ്? പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നാച്ചുറൽ പ്രോസസ്സിംഗ് മാത്രമാണ്. ഓക്കെ. നമ്മൾ 4 വർഷം മാത്രമേ നമ്മൾ ലൈഫ് ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ ഹണിക്ക് ഭൂമിയിലേക്ക് എർത്തിൽ തേനീച്ചകളിലേക്ക് തേനീച്ചകൾ അപ്രദേശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഈ കോർഡിനേഷൻ നടക്കില്ല. തേനീച്ചകൾ മനസ്സിലാക്കാൻ സംഭവിച്ചാൽ അപ്രദേശമായി കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ തേനീച്ച പോയി കഴിഞ്ഞാൽ കോർഡിനേഷൻ, അതായത് പരാഗണം നടക്കില്ല. പരാഗണം നടക്കുന്നത് നേച്ചർ പ്രോസസ്സൊന്നും നടക്കില്ല. അതുപോലെ സസ്യജാലങ്ങളോ ജന്തുജാലങ്ങളോ ഒന്നും അവർക്ക് മനുഷ്യന്മാർ 4 വർഷം കൂടി ഇല്ലാണ്ടാവുന്നതാണ് നേച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 80% കോർഡിനേഷൻ നടന്നത് പരാഗണം നടന്നത് ഹണിയിലുണ്ടാകും, തേനീച്ചകളിലുണ്ടാകും. അപ്പോൾ തേനീച്ചകൾ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ നാച്ചുറൽ ലെവൽ. അപ്പോൾ നാച്ചുറൽ ലെവൽ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ 4 വർഷം കൊണ്ട് ലൈഫിൻ്റെ 4 വർഷം കൂടി ഇല്ലാണ്ടാവുന്ന കറങ്ങിയിട്ടാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഒരു 100 മീറ്റർ സറൗണ്ടിങ്സിൽ ഹണി തേടി കണ്ടുപിടിച്ച ശേഷം മറ്റ് തേനീച്ചകളെ കൂടുതൽ പോയി ഇൻഫോം ചെയ്ത് വരുന്നതാണ് സ്റ്റോപ്പ് പീസ് അതൊക്കെ ചെയ്യുന്നത്. ബാങ്കിൻ്റെ സപ്പോസ് സ്ട്രൈറ്റ് ആൻഡ് റിവേഴ്സ് ടൈപ്പ് 8 ഷേപ്പിൽ ഉണ്ടാവാം. സ്ട്രൈറ്റ് ആൻഡ് റിവേഴ്സ് ടൈൽ. അതായത് 50 to 100 മീറ്റർ സറൗണ്ടിങ്സിൽ ഹണി തേടി കണ്ടുപിടിച്ച ശേഷം കൂട്ടിൽ പോയിട്ട് മറ്റ് തേനീച്ചകളെ ഇൻഫോം ചെയ്യുന്നത്. അത് എനിമീസ് എന്ന് അറിയാൻ കൂടി ബാങ്ക് ഡാൻസ് ഉപയോഗിക്കാറുണ്ട്. 2 ടൈപ്പ് ഡാൻസ് ആണ്, ഡൗൺ ഡാൻസും ബാക്ക് ഡാൻസ്. ശക്തമായിട്ട് ചിറകടിക്കുമ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ടാവും. സൗണ്ട് ആയിരിക്കും. ശക്തമായിട്ട് ചിറകടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. ഈച്ചയുടെ മോസ്കിറ്റോ ആയിക്കോട്ടെ, ഈച്ച ആയിക്കോട്ടെ, ശക്തമായിട്ട് ചിറകടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകും. വേറെ സൗണ്ട് ഇല്ല. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എഗ്, ലാർവ, പൂപ്പ തന്നെ ഉണ്ടായിട്ടാവും. എഗ്, ലാർവ, പൂപ്പ തന്നെ ഉണ്ടായിട്ടാവും. ബട്ടർഫ്ലൈ സ്കീമാണ്. ഫീമെയിൽ ആണെങ്കിൽ 21 days ആവും വളർന്നു വരാൻ വേണ്ടി. മെയിൽ ആണെങ്കിൽ 24 days. ക്യൂൻ ആണെങ്കിൽ റാണി ആണെങ്കിൽ 16 days 16 ദിവസം. എഗ്, ലാർവ, പൂപ്പ തന്നെ ഉണ്ടായിട്ടാവും. ഇതിപ്പോ എത്ര നാളായി ഇവിടെ? ഇപ്പൊ 2 വർഷത്തോളായി. 2 വർഷമായി. ഫാദർ ഓഫ് ബീ കീപ്പിംഗ്, ബീ സ്പേസ് പ്രിൻസിപ്പിൾ, അതായത് സ്പേസ് പ്രിൻസിപ്പിൾ ഇവരാണ് കണ്ടെത്തുന്നത്. ഇതൊരു ജോലിയാണ്. ഫാദർ ഓഫ് ബീ കീപ്പിംഗ് എന്നൊക്കെ പറയാം. സ്പേസ് പ്രിൻസിപ്പിൾ ഇവരാണ് കണ്ടെത്തിയത്. അതായത് സയന്റിസ്റ്റ് നെയിം ഇസ് ലാൻഡ്സ്ട്രോം ആണ് സയന്റിസ്റ്റിന്റെ പേര്. സ്പേസ് പ്രിൻസിപ്പിൾ കണ്ടെത്തിയത് ഇവരാണ്. സംഭവം എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ബോക്സ് നമുക്ക് തേനീച്ചകൾ വളർത്താൻ പറ്റും. അല്ലെങ്കിൽ വെച്ചാൽ ഈ സ്പേസ് അകലത്തിലാണ് നമുക്ക് വെക്കുക. ഈ ബോർഡ് വെക്കുമ്പോൾ സ്പേസ് ഇതാണ് സ്പേസ് സ്പേസ് വേണം. ഇവിടെ വെക്കുമ്പോൾ ഈ സ്പേസ് വേണം. അപ്പൊ ഈ ഇതിലാണ് ഇവര് കോമ്പ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ മരത്തിന്റെ പശയൊക്കെ വെച്ചിട്ട് ഹണിബിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഹണിബി ഈ ഹോളിലേക്കൂടെ വരും. ഹോളിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ വന്നുകൊണ്ട് ഈ ഇതിലുണ്ടാവും. ഇതില് അവര് ഹണി കോമ്പിൽ അത് ആ കോമ്പ് ഇതിൽ അവർ ക്രിയേറ്റ് ചെയ്യും. അതിൽ മേക്ക് ചെയ്തിട്ട് ഇതിൽ ഹണി സ്റ്റോർ ചെയ്യും. ദെൻ നമ്മൾ ഈ അകലത്തിൽ ഇത് വെച്ചു കൊടുക്കണം. ഈ സ്പേസ് ആണ് അവർ പറയുന്നത് സ്പേസ്. ഈ സ്പേസ് കഴിഞ്ഞാൽ അവർ ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഹണിബിസിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അത് വളർത്താൻ പറ്റും. അതാണ് സ്പേസ്. പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. കണ്ടു ഞാൻ. പക്ഷെ കുറവാണല്ലോ അല്ലേ? കുറവാണ്. മഴ സീസൺ അല്ലേ? ഓക്കെ അങ്ങനെ ഉണ്ടല്ലേ? പുറത്തുണ്ട്. ഇത് ചെറുതായിട്ട് മഴ സീസണിൽ കുറവായിരിക്കും. ഫാമൊക്കെ പൂക്കൾ കുറവല്ലേ?
നമുക്ക് ഓരോ പൂക്കൾ കൂടുമ്പോൾ നമ്മള് ഇത് ഹണി വരുന്നല്ലോ. എന്താ പറയാ തേനീച്ചകൾക്ക് തേൻ കളക്ട് ചെയ്യുന്നത്, ഹണി കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്ന വെച്ചാൽ ഷുഗർ ആണ് നെക്ട് കൊണ്ടെടുക്കുന്നത്. പറയാം ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് ഹണി 21 ഡേയ്സ് ആവും വളർന്നു വരാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞു. ഇതാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തേൻ സോഴ്സുകളാണ്. ഇവര് കാട്ടുപൂപ്പ്, ചെമ്പരത്തിപ്പ്, വള്ളിരിപ്പ്, കപ്പപ്പ്, മാമ്പ്, പുളിയപ്പ്, വാഴപ്പ് എന്നൊക്കെ എടുക്കാറുണ്ട്. റബ്ബറിന്റെ ഇലകൾ എടുക്കാറുണ്ട്. പല ടൈപ്പ് ഓഫ് പൂവിന് എടുക്കാറുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക പൂക്കളും കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഹണി ഇവിടെ അവൈലബിൾ ആണ്. ജാർഖണ്ഡ്, മധ്യപ്രദേശിലുണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും, മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും. പലതരം ഹണി ഇവിടെ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ ക്വീൻബിയുടെ ലൈഫ് ടൈം 3 years, 3 വർഷം വരെ ജീവിക്കാം, ചിലപ്പോൾ 4 വർഷം വരെ പോകാം. 3 വർഷം വരെ ജീവിക്കാം. റോജിലിയാണ് അവരുടെ ഫുഡ്. റോജിലി സ്പെഷ്യൽ ഫുഡാണ്, ഹണിക്ക് മാത്രമുള്ള ഫുഡാണ്. വർക്കർ ബീന്റെ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ റോജിൽ ഇവർക്ക് മാത്രമുള്ള ഫുഡാണ്, റാണിക്ക് മാത്രമല്ല. 3 വർഷം വരെ ജീവിക്കാം. ഫീമെയിലും മെയിലുള്ള 4 മാസം വരെ ജീവിക്കുള്ളൂ. അവർക്ക് കഴിക്കുന്നത് ഹണിയാണ്. 4 മാസം വരെ ജീവിക്കുള്ളൂ. ഇവര് 3 വർഷം വരെ. അതായത് 1000 eggs per day, 1000 eggs പ്രൊഡ്യൂസ് ചെയ്യും. ഫെർട്ടിലൈസർ, അൺഫെർട്ടിലൈസർ. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ വർക്കർ ബീസ്, ഫീമെയിൽ ആദ്യം ഉണ്ടാവുക, പെൺതേനീച്ചകൾ ആദ്യം ഉണ്ടാവുക. അതിനാണ് ക്യൂൻ ഉണ്ടാവുക, റാണി ഉണ്ടാവുന്നത്. ഡ്രോൺ എന്ന് പറയുമ്പോൾ മെയില്, മെയില് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ ആണ് അധികം ഉണ്ടാവുക. 3 വർഷം വരെ റാണി ജീവിക്കും. അതിനെയാണ് ഫുഡ്. 30,000 years old cave painting of honey hunters. ആ ഒറിജിനൽ പെയിന്റിംഗുകളുടെ സ്കെയിലാണ്, ഡെമോൺസ്ട്രേഷൻ ആണ്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കാട്ടിൽ പോയിട്ട് നാട്ടിൽ കയറി ഹണി ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. അതായത് ഫോറസ്റ്റ് മണ്ണിൽ കയറി ഹണി ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ഈ പെയിന്റിംഗ് വരച്ചിട്ടുണ്ട്. അതായത് സ്പെയിനിലാണ് ഒറിജിനൽ പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷൻ ആണ്. അതായത് 30,000 years old cave painting of honey hunters. ഇത് ഹൗ ടു ബീസ് മേക്ക് ഹണി, എങ്ങനെയാണ് ഹണി മേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഫ്ലവറിന് നെക്ടർ ആണ് ഒരു ഹണി ബി കളക്ട് ചെയ്യുന്നത്. തേനീച്ച കളക്ട് ചെയ്യുന്നത്, നെക്ടർ കളക്ട് ചെയ്യുന്നത്, ഷുഗർ കളക്ട് ചെയ്തിട്ട് ഒരു തേനീച്ച മറ്റൊരു തേനീച്ച പാസ് ചെയ്യുക, ആ വഴിയോ പാസ് ചെയ്യുക, മൗത്ത് വഴിയോ പാസ് ചെയ്യുക. റിസീവർ ഹണി റിസീവ് ചെയ്യും. 2 സ്റ്റൊമക്ക് ഡിവൈഡ്, ഹണി സ്റ്റൊമക്ക് ആൻഡ് ഡൈജസ്റ്റ് സ്റ്റൊമക്ക്. ഹണി സ്റ്റൊമക്കിലാണ് നിങ്ങൾ പോവാം, ഷുഗർ പോയിട്ട് നെക്ടർ പോയിട്ട് ഹണി ആയിട്ട് കൺവേർട്ട് ചെയ്യും. തിരിച്ച് കൂട്ടിൽ വന്നിട്ട് കോർമിൽ സെപ്പറേറ്റ് സെല്ല് ഉണ്ടാവും. അതിൽ വോമിറ്റ് ആയിട്ടാണ് ഹണി സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഹണി സ്റ്റോമക്കിലുള്ള വോമിറ്റ് ആയിട്ടാണ് ശബ്ദിച്ചിട്ടാണ് ഹണി സ്റ്റോർ ചെയ്യുന്നത്. മറ്റു സെൽസിൽ എഗ് വിരിയിപ്പിക്കാൻ സെപ്പറേറ്റ് സെല്ലിൽ ഹണി സ്റ്റോർ ചെയ്യും. അപ്പൊ കാലാകാലങ്ങളായിട്ട് തലമുറയായിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കൂടിയാണത്, ഫുഡാണത്. അതാണ് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അവർ 4 മാസം വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ തലമുറയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ കീപ്പ് ആണെങ്കിൽ അവർ വെച്ചോണ്ടിരിക്കും. സൈക്കിള് നമ്മളോട് ക്വീൻ ബി, ജോൺ ബി, വർക്കർ ബി. ക്വീൻ ബി ആണെങ്കിൽ ബിഗ് സൈസ് ഉണ്ടാവുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ, സിംഗിൾ പേഴ്സൺ ആണ് ബിഗ് സൈസ് ഉണ്ടാവുക. ഒരേ ടൈമിൽ ഒരു കൂട്ടിലുണ്ടാവും. ഒരു കൂട്ടിലുണ്ടാവുക. ഡ്രോൺ ആണെങ്കിൽ മെയിൻ 10%, 10% മാത്രമേ ഉണ്ടാവുള്ളൂ. വർക്കർ ബി ആണെങ്കിൽ 90% ഉണ്ടാവും. വേലക്കാരി തേനീച്ച വരെയും പെൺതേനീച്ചയാണ് 90% ഉണ്ടാവും. ഈ പറഞ്ഞ വർക്ക് എല്ലാം ഇവരാണ് ചെയ്യുന്നത്. പണി എടുക്കുന്നത്, വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, ശേഖരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, ഡിഫൻസ് എല്ലാം ഇവരാണ് ചെയ്യുന്നത്. വേലക്കാരി തേനീച്ച വരെയും കുത്താൻ വരുന്നത് ഇതാണ്, കുത്താൻ വരുന്നത് ഡിഫൻസ് എല്ലാം ആണ് ചെയ്യുന്നത്. ഡ്രോൺ ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ ഓൺലി മേക്കിംഗ്, അവരുടെ പർപ്പസ് എന്താണ്? മേക്കിംഗ് മാത്രം. റീപ്രൊഡക്ഷനിൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന മാത്രം. അതിന് വർക്കർ ബി ആയിട്ട് മേക്ക് ചെയ്യും, ക്വീൻ ബി ആയിട്ട് മേക്ക് ചെയ്യും. ക്വീൻ ബി ആയിട്ട് മേക്ക് ചെയ്യുമ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. 90% മരിക്കാനുള്ള സാധ്യത കൂടുതൽ. ഡ്രോൺ ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ മരിച്ചു പോകും. അതായത് ഒരു തവണ ക്വീൻ 3 ആണുങ്ങളായിട്ട് അവർ മെയിലായിട്ട് മേക്ക് ചെയ്യും. എയറിനാണ് മേക്ക് ചെയ്യുക. അപ്പൊ തന്നെ ഇവർ കൊല്ലി ചെയ്യണമെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യാം. അതുകൊണ്ടോ മെയില് മരിച്ചു പോവാം. ക്വീൻ മേക്കിംഗ് ഉണ്ടോ? അതായത് മെയില് മരിച്ചു പോവാം, ക്വീനായിട്ട് മേക്ക് ചെയ്യുമ്പോൾ ആളുകൾ മരിച്ചു പോവാം. അവർ 10% കൂടുതലേക്ക് കഴിഞ്ഞാൽ, അതായത് ഈ മെയിലിലെ ആൺതേനീച്ച 10% കൂടുതലേക്ക് കഴിഞ്ഞാൽ ഈ പെൺതേനീച്ച തന്നെ വർക്കർ ബി എന്നിവരെ കൊല്ലുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഹണി സ്റ്റോർ ചെയ്യാൻ സ്പേസിനുണ്ട്. അതായത് മെയിൽ അധികമായി കഴിഞ്ഞാൽ ആൺതേനീച്ച അധികമായി കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല അതിന് ഹണി സ്റ്റോർ ചെയ്യാൻ. അതുകൊണ്ടാണ് വർക്കർ ബി ഫീമെയിൽ ഇവരെ കൊല്ലുന്നത്, ഹണി സ്റ്റോർ ചെയ്യാൻ സ്പേസിനുണ്ട്. അപ്പൊ ക്വീൻ ബി എങ്ങനെ ബിഗ് സൈസ് ആവുന്നത് വെച്ചാൽ പെർ ഡേ 1000 eggs ഉണ്ടല്ലോ, ഫീമെയിൽ ആണ് അധികം ഉണ്ടാവുക. വർക്കർ ബി മെല്ലക്കൂടെ എത്തുള്ളൂ, അതിന് കൂടുതലുണ്ടാവുക മെയിലാണ്. ഈ ക്വീൻ ബിയിൽ കൂടുതലുണ്ടാവുക ഫീമെയിലാണ്. അപ്പൊ അതിന്റെ ഒരു എഗ് ആര് സെലക്ട് ചെയ്യും? വർക്കർ ബി ആണ് സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു സെപ്പറേറ്റ് സെല്ലിൽ ഒരു എഗ് ഇവർ സെലക്ട് ചെയ്തിട്ട് വർക്കർ ബിന്റെ ഹെഡിനാണ് റോ ജെല്ലി പറഞ്ഞില്ലേ. അപ്പൊ റോ ജെല്ലി ഇവരെ ഹെഡിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരാണ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ക്വീൻ ബിക്ക് ഫീഡ് ചെയ്തിട്ട് അവരെ ബിഗ് സൈസ് ആക്കി എടുക്കും. അങ്ങനെയാണ് ക്വീൻ ബിഗ് സൈസ് ആകുന്നത്. അപ്പൊ ക്വീൻ മരിക്കുകയാണെങ്കിൽ, സപ്പോസ് ക്വീൻ മരിക്കുകയാണെങ്കിൽ എഗ് ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഇവരുടെ ക്വീൻ ബിയുടെ എഗ് സെലക്ട് ചെയ്ത് ഇവരെന്നെ വർക്കർ ബിയുടെ ഫുഡ് ഫീഡ് ചെയ്യും. റോ ജെല്ലി ഇവരുടെ ഹെഡിനാണ് വരുന്നത്. അത് ഇവര് ഫുഡ് ഫീഡ് ചെയ്തിട്ട് റോ ജെല്ലി ഫീഡ് ചെയ്തിട്ട് ബിഗ് സൈസ് ആക്കി എടുക്കും. അങ്ങനെയാണ് ക്വീൻ ബിഗ് സൈസ് ആകുന്നത്. ഇവർ തന്നെയാണ് അപ്പൊ ചെയ്യുന്നത്. ക്വീൻ ഇല്ലെങ്കിൽ കൂടെ ഉണ്ടാവില്ല. ക്വീനാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ക്വീൻ ഇമ്പോർട്ടന്റ് ആണ്. ക്വീനില്ലെങ്കിൽ കൂടെ ഉണ്ടാവും. ഇത് ബി വാക്സ്. ബി വാക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന വാക്സിൻ പറഞ്ഞില്ലേ അവിടെ. അപ്പൊ നമ്മൾക്ക് വേർപ്പ് ഗ്രന്ഥികളിലെ പോലെ തന്നെ വാക്സ് ഗ്ലാൻഡ് ഉണ്ട്. ഹണിബിക്ക് തേനീച്ചകൾ വാക്സ് ഗ്ലാൻഡ് ഉണ്ട്. പിറകിൽ ബോഡിയുടെ ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക, പിറകിൽ ഉണ്ടാവുക.
അത് വാക്സ് ഗ്ലാൻഡ്. ആ വാക്സ് ഗ്ലാൻഡിനാണ് അവർ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കൊണ്ടാണ് ഹണി കോംബ് ഉണ്ടാക്കുന്നത്. ഹണി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹണി കോംബ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ വാക്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സോപ്പ് ആക്കി മാറ്റാൻ പറ്റും, സ്കിൻ ക്രീം ആക്കി മാറ്റാൻ പറ്റും. സ്കിൻ ഗ്ലോ ചെയ്യാൻ ഉപയോഗിക്കാം, സ്കിൻ തിളങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, സ്കിൻ തിളങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നാച്ചുറൽ ആണ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, പർച്ചേസ് ചെയ്യാം. ഇതാണ് ഒറിജിനൽ വാക്സ്. ഇതാണ് റോയൽ ജെല്ലി. റോയൽ ജെല്ലി എന്ന് പറയുമ്പോൾ റാണി കഴിക്കുന്ന ഫുഡാണെന്ന് പറഞ്ഞില്ല, അവർക്ക് 2 to 3 years 3 വർഷം വരെ ജീവിക്കാൻ പറ്റും. മറ്റു തിരിച്ചിട്ട് 4 മാസം. സ്പെഷ്യലായിട്ട് ഇവർക്ക് മാത്രം, അതായത് റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റാണിക്ക് മാത്രം 3 വർഷം വരെ ജീവിക്കാൻ പറ്റും. അപ്പൊ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് എങ്ങനെ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റും, ചെറുപ്പകാലം നിലനിർത്താൻ പറ്റും. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഫിലിം സ്റ്റാർസ്, മോഡൽസ് ലൈക്ക് ഋതിക് റോഷൻ മോഡൽസ്, ഫിലിം സ്റ്റാർസ് എല്ലാം കഴിക്കുന്നത് റോയൽ ജെല്ലി പൗഡറാണ്. ഇവിടെ അവൈലബിൾ ആണ് റോയൽ ജെല്ലി പൗഡർ. അത് കഴിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് എങ്ങനെ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കാം. സിദർ ഹണി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് എങ്ങായിട്ടിരിക്കാൻ പറ്റും. ഇവിടെ അവൈലബിൾ ആണ്. 20 ഗ്രാമിന് 2600 ഉണ്ടാവും. 1 kg 1 kg 1,40,000 ലൈക്ക് ദാറ്റ്. റേറ്റ് ആണ് അല്ലേ? റെയർ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. റെയർ ആണല്ലോ. ഇതിന്റെ സെല്ലിലുണ്ടാവാത്ത ഇതിന്റെ ഈ വൈറ്റ് സെല്ലി ടൈപ്പ് ഉണ്ടോ, ക്യൂവിന്റെ സെല്ലിലുണ്ടാവുക ഒരു ഫുഡാണല്ലോ, സെല്ലിലുണ്ടാവുക റെയർ ആണ്. ഒരു കൂടുതൽ ഒരു ക്യൂ ആണല്ലോ. എടുക്കാനും കുറച്ച് റിസ്ക്കാണ്. ബി ഹൈറ്റ് ഹണി ഇത് ഹോം ഇതിൽ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഹണി എക്സ്ട്രാക്ട് ആണ്. ഇതിൽ കോമ്പ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഹണി സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. 3 പ്രാവശ്യം ഒരേ കോമ്പിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും. 3 പ്രാവശ്യം ചെയ്യാം, പിന്നെ അത് പൊളിഞ്ഞു പോകും. ആ സെല്ലിൽ നിന്ന് ഹണി സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. 3 പ്രാവശ്യം ഒരു കോമ്പിനുള്ളിൽ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് എടുക്കുന്ന രീതിയാണ് ഹണി എക്സ്ട്രാക്ട്. ചെറിയ മെഷീൻസ് ആണ്, വലിയ മെഷീൻസ് വേണ്ടത്. ഇത് ഡ്രോണീസ്, അത് സാധാരണ ചെയ്യുന്നത് ഡ്രോണീസ് മെയിൽ പീസ് എന്ന് പറയും. മെയിലേക്ക് വളരാൻ വേണ്ടി കുറച്ച് സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊങ്ങിയിട്ട് പബ്ലിക് സ്റ്റേറ്റിൽ ഉണ്ടാവുക 24 days എടുക്കും മെയിലിന് വളരാൻ വേണ്ടി. ഫീമെയിലാണെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഓപ്പൺ സ്പേസിലാണ് ഹണി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ മെയിൽ അധികമായി കഴിഞ്ഞാൽ എന്തിനാണ് കൊള്ളുന്നത്, അവർ സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവര് പബ്ലിക് സ്റ്റേറ്റിലുണ്ടാവും, പൊങ്ങിട്ടാണ്ടാവും, അത് ക്ലോസിലേക്ക് ഉണ്ടാവും സെല്ല്. ഇവർ ഓപ്പൺ സ്പേസ് വേണം ഹണി സ്റ്റോർ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് സ്പേസ് ഉണ്ടാവില്ല ഹണി സ്റ്റോർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവർ കൊല്ലിച്ചു. അപ്പൊ അവർക്ക് സ്പേസ് വേണം കൂടുതലായിരിക്കും മെയിൻലി. സ്പേസ് കൊണ്ട് തന്നെ ഒരു ആവറേജ് ഇത് എന്തോരം ഉണ്ടാവും? ഈ ഒരു കൂട് ഉണ്ടല്ലോ, ഈ ഒരു കൂട് ഉണ്ടോ? ആണല്ലേ? ഇത് ചിലപ്പോ 500 ലിറ്റർ അല്ല 500 300 ലിറ്റർ വരെ പോവാല്ലേ? ഓക്കെ ഓക്കെ. അത്രയും ഉണ്ടാവും. കാരണം ഇത് വലിയ കൂടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ചിലത് കൊണ്ട് വലിയ ഒരു ലിറ്ററൊക്കെ ഉണ്ടാവും. ഓക്കെ. ഈ കാട്ടുതാനും തമ്മില് വ്യത്യാസം ആണോ? കാട്ടുതാനും ഇപ്പൊ നമ്മൾ ആണോ വ്യത്യാസം എന്താ? അത് കൂടുതല് വൈദ്യുതി നമുക്ക് വെയിറ്റ് ലോസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറെ പൂക്കളൊന്നും കായ്കളൊന്നും എടുക്കും, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും എഴുതാൻ എടുക്കുന്നത് കാട്ടിൽ തന്നെയാണ്. അപ്പൊ അവർ കാട്ടിലുണ്ടാവുന്ന ഒരു കിട്ടാവുന്ന കായ്കനികളോ അല്ലെങ്കിൽ പൂക്കളെന്നോ ശേഖരിക്കും. അപ്പൊ നമുക്കത് വെയിറ്റ് ലോസ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ഫാം ചെയ്യുന്നത് അപ്പിസെറാനി ഇൻഡിക്ക. നമ്മൾ ഏഷ്യയിൽ കൂടുതൽ കാണുന്ന അപ്പിസെറാനി ഇൻഡിക്കയാണ്. അത് ഏഷ്യയിലെ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ കൃഷി ഫാം ചെയ്യുന്ന ഇതാണ് അപ്പിസെറാനി ഇൻഡിക്കയാണ്. പുറത്തൊക്കെ ഉണ്ട് നമുക്ക് ഫാം ചെയ്ത് അപ്പിസെറാനി ഇൻഡിക്ക. ഇവിടെ ചെയ്യുന്നത് നമ്മൾ നാട്ടിലുണ്ടാവുന്ന അപ്പിസ് ഡോർസെറ്റാണ്. വലിയ തെങ്ങ് പറയും വൈൽഡ് ഹണി. വൈൽഡ് ഹണി ഹണി നല്ലതാണ്, ബട്ട് ഹണി ആണ് ഡേഞ്ചറസ്. ഒരു ഫോറസ്റ്റ് കൂടാ ഒരു 10 to 50 ബൈ വിൽ ഡൈ. അത് 10 നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന പറയുന്നത്. അത്രയും വലുതാണ്. 10 നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമ്മൾ മരിക്കാം. അതിൽ ഡേഞ്ചറസ് ആയിട്ടാണ്, അതിൽ പോയിസണസ് ആണ്, മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതായത് വൈൽഡ് ഹണി യൂസ് ഫോർ വെയിറ്റ് ലോസ്. വെയിറ്റ് വെയിറ്റ് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിവിടെ അവൈലബിൾ ആണ്. വെയിറ്റ് കുറക്കാൻ യൂസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലാറ്റിന്റെ മുകളിൽ ഹൈറ്റിൽ വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഹൈറ്റിൽ കാണാൻ പറ്റും. സ്ഥലത്ത് മോസ്റ്റ്ലി കാണുന്നത് കാട്ടിനുള്ളിൽ മരത്തിന്റെ മുകളിൽ ഹൈറ്റിലാണ് കാണുന്നത്. 10 ആയിരിക്കും. ബട്ട് ഹണി നല്ലതാണ്. യൂസ് ഫോർ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അത് നാട്ടിൽ ഇത് നാട്ടിൽ കാണപ്പെടുന്ന അത് വരുന്നത് ഇത് നാട്ടിൽ കാണും. ചെറിയ ചെറിയ കൂടായിട്ട് മരച്ചിലെല്ലാം കാണുമ്പോൾ ചെറിയ കൂടായിട്ട് കുത്തും. പക്ഷെ ഒന്നും കമ്മിയില്ല. അതാണ് വ്യത്യാസം നോക്കാൻ. 50 കുത്തിക്കഴിഞ്ഞാൽ 20 മുകളിൽ ഇതാണെങ്കിൽ കുത്തിയൊന്നും സംഭവിക്കില്ല. നാട്ടിലുണ്ടാവും ചെറിയ ചെറിയ കൂടുതൽ മരച്ചിലെ കാണാൻ പറ്റും. ഇതാണ് സ്റ്റിംഗ്ലെസ് ഹണി ബി ഫാം. ചെറുതേക്ക ഇതാണ് ചെറുതേ മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിംഗ് ഉണ്ടാവില്ല, കുത്താൻ പറ്റില്ല, സ്റ്റിംഗ് ഉണ്ടാവില്ല. ചെറിയ തേനീച്ച ഈച്ചനെ പോലത്തില്ല, ഈച്ചനെ കണ്ടി ചെറിയ തേനീച്ച. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് അങ്ങനെ അത്
വർഷത്തിൽ ഒരിക്കലാണ് ഇത് എടുക്കാം, പണിയെടുക്കാം. അത്രയും ചെറിയ തേനീച്ചയാണ്, അത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ അതിൽ. അതായത് ശേഖരിച്ച് വെക്കുന്നതിന് കുറെ ടൈം കൊടുക്കും, വർഷത്തിൽ ഒരിക്കലും എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും PVC നുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ചെറിയ തേനീച്ചയായിരിക്കും. ചെറിയ സ്റ്റിങ് ഉണ്ടാവില്ല, പിന്നെ ഈച്ച ചെറിയ തേനീച്ച. അപ്പോൾ നമ്മൾ മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗാർഡൻ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ശരി, നമ്മൾ വീട്ടിൽ കാണാൻ പറ്റും, ചിലപ്പോൾ ചെറിയൊരു ചെവരായിരിക്കും കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ നാട്ടിൽ നമുക്ക് ഗാർഡൻ, വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വളർത്താനും പറ്റും. മെഡിസിൻ പർപ്പസ് യൂസ് ചെയ്യാം. മെഡിസിൻ അത് ഔഷധ ഗുണങ്ങളുള്ള പണി ഇവിടെ അവൈലബിൾ ആണ്. മെഡിസിൻ പർപ്പസ് ഇതാണ് സ്റ്റിംഗ്ലെസ് ബി ക്വീൻ. ശരി, അതായത് സ്റ്റിംഗ് ഉണ്ടാവില്ല, ഇതൊരു ക്വീനാണിത്. ഇത് കോഡ് സ്റ്റിംഗ്ലെസ് ബി ക്വീൻ സെല്ല്. ഇതാണെങ്കിൽ സ്റ്റിംഗ്ലെസ് ബി ഹണി ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ടു സ്റ്റോമക്ക് ഉണ്ട് പറഞ്ഞാൽ, ഇതാണ് ഹണി സ്റ്റോമക്ക് വരുന്നത്. ഹണി സ്റ്റോർ ചെയ്യുന്ന ഹണി സ്റ്റോമക്ക്, ഇത് ഡൈജഷൻ സ്റ്റോമക്ക്. ഇതാണ് ഹണി സ്റ്റോമക്ക്. For which you sternum, hurt, rectum, sting in the backside, venom sac, and brain. Sting in the backside ആണ് ഇതാണ് പല കാലഘട്ടങ്ങളായിട്ടുള്ള ഹണിയാണ്. ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര കാലം വേണ്ടിയും, അത് ശുദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റിംഗ്ലെസ് ബി ഹണി 4 year, 5 year, 3 year, 2 year, 1 year. മസ്റ്റാർഡ്, ലിച്ചി, കറാച്ച്, ഇത് പോളാണ്. ഇതാണ് സിഗർ ഹണി. ഇതാണ് റോയൽ ജെല്ലി കേട്ടോ. റോയൽ ജെല്ലി പൗഡർ ഇവിടെ അവൈലബിൾ ആണ്. സിഗർ ഹണി യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിഗർ ഹണി യൂസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് എങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കും, എങ്ങനെ ഇരിക്കും. ഓക്കെ, സ്റ്റിംഗ്ലെസ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഏത് ഹണി ആയിക്കോട്ടെ, ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര കാലം കഴിക്കാൻ പറ്റും. കുറെ കാലം ആകുന്നത് ഇത് കളർ ഡാർക്ക് ആവും, പക്ഷെ ഹെൽത്തി ആയിരിക്കും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മോണോ ഫ്ലവറിനും മൾട്ടി ഫ്ലവറിനും സെപ്പറേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൽ കുറെ ഫ്ലവേഴ്സ് കൂടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഹണിയുടെ അവൈലബിൾ ആണ്. തുളസി ആണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്, ഗുഡ് ഫോർ ചിൽഡ്രൻസ്. തുളസി ഹണി രാമതുളസിയാണ്. തുളസി ഹണിയാണ് കുട്ടികൾക്ക് നല്ലതാണ്. ചാൻസ് ആണെങ്കിൽ കോൾഡ് കഫ് അതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ചാൻസ് ആണെങ്കിൽ ബ്ലഡ് ലെവൽ പ്രിവെന്റ് ചെയ്യാം, കിഡ്നി ഡിസോർഡർ അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. സിഗർ ഹണി ആണെങ്കിൽ സ്റ്റൊമക് ഇൻഫെക്ഷൻ, ലങ്സ് ഇൻഫെക്ഷൻ അതുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഹെൽത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഹെൽത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും, അതാണ് ബെനിഫിറ്റ്. സാമ്പിൾസ് കിട്ടും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സ്പൂണൊക്കെ എടുത്തോളൂ, തേനൊക്കെ ടേസ്റ്റ് ചെയ്യാം. സ്പൂൺ എടുത്തോളൂ, തേനൊക്കെ ടേസ്റ്റ് ചെയ്യാം.